ഹലോ എവരി വൺ. സോ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം നമ്മുടെ നീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നീറ്റ് സ്കാമാണ്, നീറ്റിൽ ലീക്കായിട്ടുണ്ട്, പേപ്പർ ലീക്കായിട്ടുണ്ട്, അതുപോലെ വീണ്ടും റീകണ്ടക്ട് ചെയ്യണം, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ന്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ, റൈറ്റ്? സോ ഇതുമായിയൊക്കെ ബന്ധപ്പെട്ട് പലരും നീറ്റ് വീണ്ടും കണ്ടക്ട് ചെയ്യണമെന്ന് പറയുന്നു. സോ ഇതുമായി റെസ്പോണ്ട് ഇപ്പം നമ്മുടെ ഈവൻ പൊളിറ്റിക്കൽ പാർട്ടീസ് പോലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കോൺഗ്രസ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. സോ ഫൈനലി എൻ ടി എയുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് വന്നിരിക്കുകയാണ്. പ്രസ് റിലീസ്, അതായത് ജൂൺ 6-ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് എൻ ടി എന്താണ് പറയുന്നത് നോക്കാം. അതുപോലെ അവർ എക്സാം റീകണ്ടക്ട് ചെയ്യോ, അത് എങ്ങനെയാണ് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഈ വർഷം കട്ട് ഓഫ് വളരെ ഹൈ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ അതിനൊരു റീസൺ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ഓരോ വർഷവും കട്ട് ഓഫ് കൂടുന്നതാണ്. ഈ വർഷം എക്സാം കണ്ടക്ട് ചെയ്തത് മുമ്പ് 20 ലാക്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, അറൗണ്ട് 23+ ലാക്സ് സ്റ്റുഡൻസ് എക്സാംസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു ആനുപാതികമായിട്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, കട്ട് ഓഫ് കൂടിയിട്ടുള്ളത് എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നൊരു മറ്റു കാര്യം എന്ന് പറയുന്നത് ഈ വർഷം സ്റ്റുഡൻസൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് കോമ്പറ്റീഷൻ വളരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തവണ കട്ട് ഓഫ് കൂടി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, സോ അതിൽ മറ്റൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ പലരും കണ്ടിട്ടുള്ളൊരു പ്രശ്നമാണ് കോമ്പൻസേറ്ററി. അതായത് പല സ്റ്റുഡൻസിനും 718 കിട്ടുന്നുണ്ട്, 719 കിട്ടുന്നുണ്ട് എന്നുള്ള കേസ് നമ്മൾ കണ്ടു, റൈറ്റ്? 718ഉം 719ഒക്കെ വരുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് അവർ പറയുന്നത് കോമ്പൻസേറ്ററി മാർക്ക് ലോസ് എന്നുള്ളതാണ്. അതായത് ചില സംസ്ഥാനങ്ങളിലുള്ള സ്റ്റുഡൻസ് ഹൈക്കോർട്ടിനെ സമീപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഛത്തീസ്ഗഡ് ഇവിടെയുള്ള ഹൈക്കോർട്ടിന് ഈ സ്റ്റുഡൻസ് സമീപിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ എക്സാം നടത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടത്ര ടൈം കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ എത്രയാണോ ടൈം കിട്ടേണ്ടത് അത് കുറച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവരൊരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരൊരു കമ്മിറ്റി ഫോം ചെയ്തു, എൻ ടി ഒരു കമ്മിറ്റി ഫോം ചെയ്തു. എന്നിട്ട് അവർ ചെക്ക് ചെയ്തു ഈ പറഞ്ഞതൊക്കെ ശരിയാണോ, ഈ എക്സാം സെൻറ്ററിൽ ഇവരുടെ ഇവരുടെ ടൈം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്ത് CCTV ഒക്കെ ഉപയോഗിച്ച് ചെക്ക് ചെയ്തു. എന്നിട്ട് ഈ കമ്മിറ്റി പ്രഖ്യാപിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, ഇത്രയും സ്റ്റുഡൻസിന് ഗ്രേസ് മാർക്ക് കൊടുക്കണം. അതായത് 1563 സ്റ്റുഡൻസിനാണ് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടികൾ -20 മുതൽ 720 വരെ മാർക്കുള്ള കുട്ടികളുണ്ട്. അതായത് -20 കിട്ടിയിട്ടുള്ള കുട്ടിക്കും കിട്ടിയിട്ടുണ്ട്, അതുപോലെ 720 മേടിച്ച കുട്ടിക്കും ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഈവൻ നമുക്ക് കാണാൻ പറ്റും 718ഉം 719 മാർക്ക് കാണാൻ കഴിയുന്നത് ഈ കോമ്പൻസേറ്ററി മാർക്ക് കിട്ടിയത് കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഈ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള കാര്യം ഇവരുടെ എക്സാം നടന്ന സമയത്ത് ഇവർക്ക് വേണ്ടത്ര ടൈം കിട്ടിയിട്ടില്ല, അത് അവർ പരാതി കൊടുത്തു കോർട്ടിൽ. അപ്പോൾ അതിനൊരു പകരമായിട്ട് ഒരു കോമ്പൻസേഷൻ എന്നുള്ള നിലയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട് CCTV ഫുട്ടേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എക്സാം ലീക്കാവുക അങ്ങനെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല, എക്സാമിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഓക്കെ, സോ അതാണ് 718 719 വരാനുള്ള കാര്യം. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടോപ്പേഴ്സാണ്. നമുക്കറിയാം ഈ വർഷം 67 സ്റ്റുഡൻസ്, റൈറ്റ്? 67 സ്റ്റുഡൻസ്, ഒരുപാട് സ്റ്റുഡൻസ് ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവർ പറയുന്നുണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവർക്ക് ഏകദേശം 13 എക്സാമിൻ്റെ കീ അനൗൺസ് ചെയ്തപ്പോൾ ഏകദേശം 13,000-ഓളം 13,373 സ്റ്റുഡൻസ് ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഓൾഡ് NCERT ഒരു സെയിം ക്വസ്റ്റ്യൻ എടുത്തതിൻ്റെ ആൻസർ നോക്കുമ്പോൾ ന്യൂ NCERT ഒരു ആൻസറാണ്, പക്ഷേ ഓൾഡ് NCERT ആൻസർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് NCERT നിന്ന് തന്നെയാണ് ഞങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളത്, പക്ഷേ ഓൾഡ് NCERT ആണ്, പക്ഷേ അതിന് ഞങ്ങൾക്ക് മാർക്ക് വേണം എന്ന് പറഞ്ഞാൽ അവർ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവരൊരു കമ്മിറ്റി രൂപീകരിച്ചു, ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ അതിൽ അവർ തീരുമാനിച്ചത്
ഈ രണ്ട് ഓപ്ഷൻസും ഈ ഫിസിക്സിലെ ഒരു ക്വസ്റ്റിന് ഏത് ഓപ്ഷൻസും ഈ പഴയ എൻ സി ആർ ടി പഴയ എൻ സി ആർ ടിയുമായി ബന്ധപ്പെട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ചെയ്താലും ഒപ്പം പുതിയ എൻ സി ആർ ടിയുമായി ബന്ധപ്പെട്ട് ആൻസർ കറക്റ്റ് ചെയ്താലും രണ്ട് സ്റ്റുഡൻസിനും അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ ക്ലിക്ക് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്തവർക്കും മാർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനമായി. അതുകൊണ്ടാണ് ആക്ച്വലി ഈ 67 സ്റ്റുഡൻസിൽ 44 സ്റ്റുഡൻസിനും ഫിസിക്സിൻ്റെ ആൻസർ കീ റിവൈസ് ചെയ്തപ്പോഴാണ് 44 സ്റ്റുഡൻസിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ 6 സ്റ്റുഡൻസിന് ഫുൾ മാർക്ക് കിട്ടാൻ കാരണം എന്താണ്? കോമ്പൻസേറ്ററി മാർക്ക്, അതായത് ടൈം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തല്ലോ, പ്രത്യേകിച്ച് ഹരിയാന, പഞ്ചാബ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്റ്റുഡൻസിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഒരു സെൻറ്ററിൽ എഴുതിയ 6-7 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 8 സ്റ്റുഡൻസിന് ഫുൾ മാർക്ക് കിട്ടി എന്ന് പറഞ്ഞ് പലരും അത് സ്കാം ആണെന്ന്, അതുമായി ബന്ധപ്പെട്ട് സ്കാം ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിന് കാരണം എന്ന് ഇവർ പറയുന്നത്, ഈ 6 കുട്ടികൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? കോമ്പൻസേറ്ററി മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ അതാണ് കൊടുത്തിട്ടുള്ളൊരു കാര്യം. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിക്ലറേഷനാണ്, റിസൾട്ടിൻ്റെ ഡിക്ലറേഷനാണ്. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടു പല ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബ് ചാനലിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ അവർ പല സ്ക്രീൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നടന്നിട്ടുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് NTA ആക്ച്വലി ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോലീസിൽ NTA പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഇനി ആരെങ്കിലും ഇത്തരത്തിലുള്ള പേപ്പർ ലീക്കിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യും? അവർ ഡീബാർ ചെയ്യും, അവരുടെ എക്സാം ക്യാൻസൽ ചെയ്യും, അതുപോലെ ഫ്യൂച്ചറിൽ അവർക്ക് എക്സാം എഴുതാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം റൈറ്റ് നൗ പേപ്പർ ലീക്കായി എന്ന് NTA പറയുന്നില്ല. കാരണം NTA ഇവിടെ പറയുന്നുണ്ട്, ഇതൊക്കെ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഇത് പേപ്പർ ലീക്കായി എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ അവർ ലീക്കായില്ല എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി ഇതെല്ലാം വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷനിലുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ലീക്കായി എന്ന് അവർ പറയുന്നില്ല, ഒഫീഷ്യൽ അവർ കൺഫേം ചെയ്യുന്നില്ല. ഓക്കെ, സോ അവർ മൊത്തത്തിൽ പറയുന്നത്, അവരുടെ എക്സാമിൻ്റെ ഇൻറ്റഗ്രിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ 23 ലക്ഷം സ്റ്റുഡൻസ് എഴുതിയ എക്സാം അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് അവർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ നമ്മൾ എല്ലാ പോയിന്റും പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട്, എന്തുകൊണ്ട് ഒരുപാട് ടോപ്പേഴ്സ് വന്നു, ദെൻ കോമ്പൻസേറ്ററി മാർക്ക് പറഞ്ഞു, കട്ട് ഓഫ് ഒക്കെ പറഞ്ഞു. ഓക്കെ, സോ ഇത്രയാണ് പറയാനുള്ളത്. സോ ഇപ്പോൾ NTA ഇന്ന് ജൂൺ 6 ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കുറിച്ച്? നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുമായി ബന്ധപ്പെട്ട് സംശയത്തിലിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒപ്പം എല്ലാവരും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യണം. ടെലിഗ്രാമിലും അതുപോലെ വാട്സപ്പ് ചാനലിലും അല്ലെങ്കിൽ ഗ്രൂപ്പിലും നിങ്ങൾ ജോയിൻ ചെയ്യണം. We will be helping you for the coming NEET exam. Okay, all the very best.